ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിൽ കുറേ പേരെങ്കിലും, കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ കുറേ പേരെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫ്രണ്ട്ലി ടോക്കാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. ഇനിയിപ്പം അത് നിങ്ങൾ മുന്നേ ഫേസ് ചെയ്തിരുന്നു, പക്ഷേ നിങ്ങളിപ്പോൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് ഇപ്പം മുന്നോട്ട് സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ നിങ്ങളത് ഓവർകം ചെയ്തു എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് എന്നെ പോലെയുള്ളവർക്കും കുറേ പേർക്കെങ്കിലും അത് യൂസ്ഫുള്ളായിരിക്കും. എന്താണ് ടോപ്പിക്? പ്രൊക്രാസ്റ്റിനേഷൻ. എന്താണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ? നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ജോലി സംബന്ധമായിട്ട്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠന സംബന്ധമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും കൃത്യമായിട്ട് ചെയ്യാതെ അടുത്തടുത്ത ദിവസത്തേക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ഹാബിറ്റിനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ദ ഹാബിറ്റ് ഓഫ് ഡിലേയിങ് തിങ്സ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതല്ലേ മടി. അല്ലട്ടോ, ഈ ലേസിനെസ്സും പ്രൊക്രാസ്റ്റിനേഷനും രണ്ടും രണ്ടാണ്. എന്താണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ്റെ റീസൺ? നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം, അല്ലെങ്കിൽ വർക്ക്, അതിൻ്റെ 100% പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് അതിന് കിട്ടുമോ എന്നുള്ളൊരു ഭയം, നമ്മൾ വിചാരിക്കുന്ന അപ്രീസിയേഷൻ നമ്മൾ ചെയ്യുന്ന വർക്കിന് കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ്റെ റീസണായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. സ്കൂളിൽ ടീച്ചർ ഒരു അസൈൻമെൻറ്റ് കൊടുത്തു, അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും ഇത് സബ്മിറ്റ് ചെയ്യണം. മടിയുള്ളവരാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? അതവിടെ നിൽക്കട്ടെ, അതെപ്പോഴെങ്കിലും വെക്കാം എന്ന് വിചാരിക്കും. എന്നിട്ട് അവസാനം വെള്ളിയാഴ്ച വെക്കത്തില്ല, അതിനടുത്ത ആഴ്ച ടീച്ചർ നിർബന്ധിക്കുമ്പം ആരുടെയെങ്കിലും നോക്കി എഴുതി എങ്ങനെയെങ്കിലുമൊക്കെ സബ്മിറ്റ് ചെയ്യും. അതാണ് ലേസിനെസ്. പക്ഷേ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം 100% പെർഫെക്ഷനോടുകൂടി സബ്മിറ്റ് ചെയ്യുക. ചുമ്മാ എന്തെങ്കിലും എഴുതി തീർക്കുക എന്നുള്ളതല്ലാതെ ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് നല്ല നല്ല പിക്ചേഴ്സ് ഒട്ടിക്കുക, അതിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഹെഡിങ്സ് കൊടുക്കുക, അത് നല്ല ഭംഗിയാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം. പക്ഷേ ഈ ആഗ്രഹം കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അതിങ്ങനെ ആ വർക്ക് ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. നാളെ ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം എന്ന് ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഉണ്ടായിരുന്ന ഭയങ്കര ഒരു പ്രശ്നമാണിത്. ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. പക്ഷേ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഞാൻ അതിൽ നിന്നും മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ 100% മുന്നോട്ട് എത്തിയിട്ടില്ല. സ്റ്റിൽ ഞാൻ മണ്ണതിനെക്കാട്ടിലൊക്കെ ഒരുപാട് ഭേദമായിട്ടുണ്ട്. എനിക്കും ഈ എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യങ്ങളും അതവിടെ നിൽക്കട്ടെ, അത് ഇങ്ങനെയല്ല, ഇതങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ഞാനത് മാറ്റിവെക്കും. അങ്ങനെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാം. ഇപ്പോൾ അസൈൻമെൻറ്റ് തന്നെ, ഇപ്പം ആ കുട്ടി വിചാരിച്ച ദിവസം നന്നായി പഠിക്കുന്നതാണെങ്കിൽ നന്നായി ചെയ്യുന്നൊരു കുട്ടിയായിരിക്കും, അവന് സമയത്ത് അത് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ടീച്ചറിൻ്റെ മുന്നിൽ എന്തായി? ഒരു ബ്ലാക്ക് മാർക്ക് വന്നു അല്ലേ? ടീച്ചറിന് അറിയില്ലല്ലോ ഇവനത് 100% പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണെന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ 2 ചാനലുണ്ട്. ഒന്ന് ഒരു എഡ്യൂക്കേഷൻ ചാനലാണ്, ഫിസിക്സിൻ്റെ ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിനെ പറ്റിയൊന്നും നമ്മൾ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കും അതിൻ്റെ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, എക്സാമൊക്കെ അടുപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻസാണ്. കാരണം കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോസും ക്വസ്റ്റ്യൻസും വേണമല്ലോ നമ്മൾ ചെയ്യാനായിട്ട്. അത് എന്നാലും ഓക്കെ എന്ന് പറയാം. ഈ ചാനൽ ഞാൻ തുടങ്ങിയത് ഏപ്രിലാണ് തുടങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറേ ഷോർട്സൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. ഞാൻ ലോങ് വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. പക്ഷേ നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം, ഞാൻ എൻ്റെ ഒരു വീഡിയോ, ലോങ് വീഡിയോ കഴിഞ്ഞാൽ ഒരുപാട് ബ്രേക്കിന് ശേഷമാണ് അടുത്ത ലോങ് വീഡിയോ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. ഇത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പം ഞാനതിൻ്റെ 100% പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഉള്ളിൽ പേടി, ഞാനിടുന്ന കണ്ടൻറ്റ് അത് പോസിറ്റീവായിരിക്കുമോ, ആർക്കെങ്കിലും അത് നെഗറ്റീവായിട്ട് ബുദ്ധിമുട്ടാകുമോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ, അത് ഞാൻ വിചാരിക്കുന്ന റിസൾട്ട് എനിക്ക് തരുമോ എന്നൊക്കെ ഞാനിങ്ങനെ ഒരുപാട് ചിന്തിക്കുമ്പം ഞാൻ വിചാരിക്കുന്ന കണ്ടൻറ്റുകളൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഞാൻ താമസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റുകൾ ഇതുപോലെ മറ്റ് ചില ചാനലുകളിലൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമമാവും.
കാരണം അവർക്ക് കിട്ടുന്ന പോസിറ്റീവ് കമൻസും അവർക്ക് കിട്ടുന്ന വ്യൂസും. അപ്പം ഞാൻ വിചാരിക്കും ഇതെന്നല്ല ഞാനും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് എനിക്ക് വിഷമാവും. അപ്പം എനിക്കവിടെ നഷ്ടങ്ങൾ വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലാണെങ്കിലും ഇതുപോലെ തന്നെ ചിലപ്പം നമ്മൾ ഇതുപോലെ മാറ്റി വെക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് വേറെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇതിനെ നമ്മൾ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് വരണം. അതിനാദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം, ഏതൊരു കാര്യവും 100% പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ആ കാര്യം ചെയ്തു തീർക്കാൻ സാധിക്കില്ല. ഇപ്പം ഈ വീഡിയോ തന്നെ ഞാൻ ഇതിൻ്റെ ടോപ്പിക്ക് മനസ്സിൽ കണ്ടു തുടങ്ങിയിട്ട് തന്നെ ഒരു മാസത്തിൽ കൂടുതലായി. ഞാൻ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം എന്താണെന്ന് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി ഞാൻ ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കിപ്പോൾ ഇതൊരു പുതിയ അറിവാണ്, ഇതാണ് ഈ സംഭവം എന്നുള്ളത്. അപ്പം ഇതുപോലെ അറിയാത്ത ഒത്തിരി പേരുണ്ടാവും, അപ്പോൾ അവരിലേക്ക് എത്തിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് അതെന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്രയും നാൾ ലേറ്റായി. അപ്പോൾ ഞാൻ വെച്ചു ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ മറ്റ് കണ്ടൻറ്റുകൾ ഓരോ ചാനലിൽ വന്നതുപോലെ ഇതും ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണ്, അതിനിയും ഒരുപാട് അങ്ങ് ലേറ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെർഫെക്ഷനിൽ അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഭയം അവസാനിപ്പിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായി കംപ്ലീറ്റ് ചെയ്യുക. തീരെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ വിചാരിക്കുന്ന 100% പെർഫെക്ഷന് വേണ്ടി നിൽക്കാതെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരുപാട് പേര് പല വീഡിയോകളിലും പല രീതിയിൽ നിന്ന് നമ്മൾ അറിയുന്ന കാര്യമാണ് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ഒത്തിരി ചിലപ്പോൾ കേട്ട് മടുത്തൊരു കാര്യമായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരുപാട് പേര് ഇതിനെപ്പറ്റി തന്നെ പറയുമ്പോൾ ആ ടു ഡു ലിസ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. ഒരുപാട് പേര് പറയുന്ന കേൾക്കണം, ഞാനൊക്കെ എപ്പോഴും വീട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്, എന്തൊക്കെയോ ചെയ്യാനുണ്ട്, പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല, എങ്ങനെ ഇത് തീർക്കണം എന്നറിയില്ല. എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നൊരു കാര്യമാണത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുകയും വേണം, പക്ഷെ ഒന്നും അങ്ങോട്ട് ചെയ്ത് തീർക്കാനും പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ബുക്ക് എടുക്കുക, അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെന്ന് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ല, നമ്മുടെ മൈൻഡിലില്ലേ, പിന്നെ എന്തിനാ ഇത് പിന്നെയും ഇത് എഴുതി വെക്കുന്നത്? നമ്മൾ എഴുതി വെക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് കാണുകയാണ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം നമ്മളത് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത് ചെയ്ത് തീർക്കുന്നത് പോലെ തന്നെ നമ്മളത് ചെയ്തു തീർത്ത കാര്യങ്ങൾ ടിക്ക് ചെയ്തു പോവുക. നമ്മൾ ബക്കറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ. ആ ബക്കറ്റ് ലിസ്റ്റൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ടിക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ? അതുപോലെ തന്നെയാണ് ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നതും. ഇത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇത് യൂസ്ഫുള്ളാണ് കേട്ടോ. അത് എൻ്റെ കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. നമ്മൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനാണെങ്കിൽ ആ ചാപ്റ്ററിൽ എന്തൊക്കെ ടോപ്പിക്സ് ഉണ്ട് എന്നുള്ളത് നമ്മളൊരു ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് ആ ടോപ്പിക്സ് പഠിച്ച് തീർക്കുന്നതിനനുസരിച്ച് നമ്മൾ ടിക്കിട്ട് പോവുക. ഈ ടിക്കുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മോട്ടിവേഷനും കൂടിക്കൊണ്ടേയിരിക്കും. അടുത്ത ഒരു ടെക്നിക്കാണ് 2 minutes റൂൾ. 2 minutes റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിൽ താഴെ സമയമേ ആവശ്യം ഉണ്ടാവുള്ളൂ അത് ചെയ്ത് തീർക്കാനായിട്ട്. ഒരു എക്സാമ്പിൾ, നമ്മൾക്കൊരു ചെറിയ 2-3 കർച്ചീഫ് അലക്കാനേ ഉണ്ടാവുള്ളൂ. നമ്മളത് കൊണ്ടുപോയിട്ട് പിന്നെയും വലിയ തുണി അലക്കുന്ന കൂട്ടത്തിലൊക്കെ കൊണ്ട് വെക്കാണ്ട് ആ 2 മിനിറ്റ് നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് വൃത്തിയാക്കി ഇടാനുള്ള സാധനമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ചെയ്യാതെ അത് പിന്നെ ചെയ്യാം, നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ ഈ 3 കർച്ചീഫിൻ്റെ സ്ഥാനത്ത് 4 ആകും, 6 ആകും, 8 ആകും, അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 2 മിനിറ്റ് സമയം മതി നമുക്കൊരു കാര്യം ചെയ്യാനെങ്കിൽ, 2 മിനിറ്റ് സമയം മതി നമുക്കൊരു കാര്യം പഠിച്ചു തീർക്കാനെങ്കിൽ അത് നമ്മൾ ചെയ്തു തീർക്കുക. അപ്പം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു വർക്ക്, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് എന്തായാലും ചെയ്യേണ്ട ഒരു വലിയൊരു ജോലി നമുക്കുണ്ടാവും അല്ലേ? ആ ജോലി നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ചാടി എണ്ണീറ്റ് ആ ജോലി അങ്ങ് ചെയ്തു തീർക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് ഇറങ്ങാൻ നിൽക്കരുത്. മറിച്ച് നമ്മൾ നാളെ രാവിലെ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു, ഇന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യം ചെയ്ത് തീർക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പം അസൈൻമെൻറ്റ് എഴുതാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് അസൈൻമെൻറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ? പേപ്പർ വേണം, പേന വേണം, ഇറേസർ വേണം. ആ ടോപ്പിക്സ് എന്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ആ ടോപ്പിക്സ് ഏത് സൈറ്റിൽ നിന്നാണ് കിട്ടുക, അല്ലെങ്കിൽ ഏത് ബുക്കിൽ നിന്നാണ് കിട്ടുക എന്നൊക്കെ അറിയണം. അതെല്ലാം നമ്മളൊന്ന് റെഡിയാക്കി വെക്കുക തലേ ദിവസം രാത്രി തന്നെ. ഇനിയിപ്പം നിങ്ങൾ പിറ്റേ ദിവസം നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാം, നമ്മുടെ ബാത്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യണം നമ്മൾ വിചാരിക്കുന്നു. ഈ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾക്ക് അത് ക്ലീൻ ചെയ്യേണ്ട ലിക്വിഡോ അല്ലെങ്കിൽ ബ്രഷോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം ബാത്റൂമിൽ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ പുറത്താണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അതുകൊണ്ട് ബാത്റൂമിൽ സെറ്റ് ചെയ്ത് വെക്കുക. സോ പ്രിപ്പയർ ടു സ്റ്റാർട്ട് ആ വർക്ക്. അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇനി
നമ്മൾ എപ്പോഴും നമ്മൾ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു അല്ലേ, അതിനകത്ത് ഏറ്റവും ഹാർഡായിട്ടുള്ള വർക്ക് വേണം നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. കാരണം ഒരു ഡേ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഡേ സ്റ്റാർട്ടിംഗ് അല്ല, നിങ്ങളിപ്പോൾ ഏത് സമയത്താണോ ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഹാർഡായിട്ടുള്ള വർക്ക് വേണം ആദ്യമേ ചെയ്ത് തീർക്കാനായിട്ട്. കാരണം ഒരു വലിയൊരു ജോലി ചെയ്ത് തീർക്കുമ്പം നമ്മൾ എന്തായി, നമുക്ക് പിന്നെ ബാക്കിയുള്ള ജോലികൾ ചെയ്ത് തീർക്കാനുള്ളൊരു ഇൻട്രസ്റ്റും വരും. ഇനിയിപ്പോൾ അഥവാ നമ്മൾ ടയേർഡ് ആണെങ്കിലും പോട്ടെ, ചെറിയ ചെറിയ വർക്കുകളല്ലേ അത് മെല്ലെ മെല്ലെ അങ്ങ് ചെയ്ത് തീർത്താൽ മതി ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവും. ഇത് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ ഏറ്റവും ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള ടോപ്പിക്ക് വേണം പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഹാർഡ് ടോപ്പിക്കിനെ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ വർക്ക് എന്താണോ അതിനെ ചെറിയ 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 സ്റ്റെപ്സായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ വലിയൊരു കാര്യം എഴുതി തീർക്കാനുണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് അതങ്ങ് എഴുതി തീർക്കാനിരിക്കാതെ ചെറിയ ചെറിയ സ്റ്റെപ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ചെയ്ത് തീർക്കുക. അതാണ് ബ്രേക്ക് ദ ടാസ്ക് ഇൻടു സിമ്പിൾ ഓർ സ്മോൾ സ്റ്റെപ്സ്. പോമോഡോറോ ടെക്നിക് എന്ന് പറയും. പേര് കേട്ടിട്ട് പേടിക്കണ്ട. പോമോഡോറോ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 25 മിനിറ്റ്സ് ഒരു വർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും, നമ്മളൊരു 25 മിനിറ്റ്സ് വർക്ക് ചെയ്യുക. എന്താണ് ഈ 25 മിനിറ്റ്സിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് 30 മിനിറ്റ്സ് ആവാത്തത്? നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഓഫേഴ്സൊക്കെ 999 അല്ലേ, 2999 ചില പ്രൈസൊക്കെ. അത് ശരിക്കും പറഞ്ഞൊരു ഒരു ടെക്നിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3000 എന്ന് പറയുന്നത് 1000 എന്നൊക്കെ പറയുന്ന അടുത്തൊരു ഡിജിറ്റിലേക്ക് നമ്മൾ പോയി, അങ്ങനെ അല്ലെങ്കിൽ അടുത്തൊരു നമ്പറിലേക്ക് നമ്മൾ പോയി. അപ്പോൾ അതിനെക്കാട്ടിലും 999 എന്ന് പറയുമ്പം അതിൽ 3 ഡിജിറ്റേ ഉള്ളൂ. 1000 എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 ഡിജിറ്റ്. നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു പൈസയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ സമയം നിശ്ചയിക്കുമ്പോഴും 30 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അരമണിക്കൂർ എന്തോ വലിയ സമയം. അതേസമയം 25 മിനിറ്റ്സ് എന്ന് പറയുമ്പം അതൊരു ചെറിയ സമയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. 1 hour എന്ന് പറയുന്നതും 60 മിനിറ്റ്സ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. 1 hour എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു മണിക്കൂർ, 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റുകളാണ്. അപ്പോൾ ചെറിയ കണക്കാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ അത് ചെറിയൊരു സമയം. അപ്പോൾ ഈ ചെറിയ സമയം നമ്മൾ വർക്ക് ചെയ്താൽ മതി. ഈ 25 മിനിറ്റ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. വീണ്ടും 25 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു 3 റൗണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു 30 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ഇത് നിങ്ങൾ മക്കൾക്കും പറഞ്ഞു കൊടുക്കുക. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ തന്നെ അവർക്ക് ആവശ്യത്തിന് റെസ്റ്റും കിട്ടും, അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പും വരത്തില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് നമ്മളിപ്പം എന്തെങ്കിലും വീട്ടിലെ പണികൾ ചെയ്യുന്നവർക്കാണെങ്കിൽ വലിയ പ്രശ്നമില്ല. നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും എപ്പോഴും നമ്മൾ പഠിക്കാനിരിക്കുന്ന ആ 25 മിനിറ്റിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, എപ്പോഴും നമ്മൾക്കിപ്പോൾ വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇപ്പം ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നത് മൊബൈൽ ഫോൺസ് ആണ് അല്ലേ. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്ത് നിന്ന് അങ്ങ് മാറ്റിവെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ബുക്സോ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് നമ്മുടെ റൂമിൽ നിന്ന് നമ്മളങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ എന്താണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്യുക. ഇനിയിപ്പം എനിക്കിത് തോന്നിയിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്ക്സൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും പാട്ടൊക്കെ കേട്ടിട്ട് പണിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചില പാട്ടുകൾ ചിലപ്പോൾ ഒരു പാട്ട് കഴിയുമ്പോഴത്തേക്ക് അവരത് സ്റ്റോപ്പാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ ആഡ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വാട്സപ്പിൽ ഒരു മെസ്സേജ് വരിക. അപ്പോൾ അത് നോക്കി അത് അടുത്തേൽ നോക്കി, അപ്പം നമ്മളവിടെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പാട്ട് സ്റ്റോപ്പാവും. അപ്പോൾ അതവിടെ സ്റ്റക്കായി. അപ്പോൾ അതെനിക്കൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പാട്ട് ഒന്നുകിൽ ഞാൻ ഇതിനകത്ത് വെക്കും, സിസ്റ്റത്തിനകത്ത് പെൻഡ്രൈവിൽ അങ്ങ് വെക്കും, അല്ലെങ്കിൽ ഒച്ചയിൽ വെക്കും ഞാൻ മാത്രമാണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പണികൾ വേഗം ചെയ്തു തീർത്തിട്ട് പിന്നീട് വന്നിട്ട് ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ഫോൺ നോക്കും, അല്ലെങ്കിൽ എന്താണോ അത് നോക്കും. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുകയാണ്. ആ 5 മിനിറ്റ് ബ്രേക്കിൽ നിന്ന് നമ്മൾ പിന്നെ നമ്മുടെ ബാക്ക് ടു വർക്ക് വരണം. അതവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പോട്ടെ, നമുക്ക് നിങ്ങൾ ആഡ് സ്കിപ്പ് ചെയ്ത് പിന്നെ അതുപോലെ അടുത്ത പാട്ടിലേക്കൊക്കെ ക്ലിക്ക് ചെയ്ത് പിന്നെയും പണിക്ക് പോകുന്നവരാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടുപ്പ് തോന്നത്തില്ല, നമുക്ക് ഈസി ആയിട്ട് അത് പണി തീർക്കുന്നതായിട്ട് തോന്നും. പക്ഷേ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചില ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചർച്ചകൾ ഇങ്ങനെ കേട്ടിട്ട് അവർ പറയുന്നതൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ നിന്നൊക്കെ കേൾക്കാൻ നിൽക്കും. അപ്പം എൻ്റെ പണികൾ കുറച്ചൊന്ന് ലാഗായി പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ പണികളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ
നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസ് അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ചെയ്ത വർക്കിന് അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു, നന്നായിട്ട് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കത് പിന്നെയും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. ഇനി ഇതൊന്നുമില്ല എങ്കിൽ നിങ്ങൾ തന്നെ നമ്മുടെ റൂമിലെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നീ മിടുക്കനാണ്, അല്ലെങ്കിൽ നീ മിടിക്കുകയാണ് കേട്ടോ, നീ ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തില്ലേ, നീ വളരെ സംഭവമാണ് കേട്ടോ എന്നൊക്കെ ഒന്ന് കണ്ണാടി നോക്കിയിട്ട് പറഞ്ഞു നോക്ക്. നമുക്കത് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് നമ്മളിലേക്ക് ഉണ്ടാക്കുക. അത് നമുക്കറിയാമല്ലോ, പോസിറ്റീവ് അഫർമേഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മളെന്നും രാവിലെ എണീറ്റ് കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ ആളൊരു പുലിയാണ് കേട്ടോ, ഞാൻ ഭയങ്കര സംഭവമാണ്. ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് നമ്മളൊരു 10 കിലോ വെയിറ്റ് ഒക്കെ എടുത്ത് പോയി ഞാൻ ഭയങ്കര സംഭവമാണെന്ന് നമ്മുടെ മൈൻഡിൽ തന്നെ തോന്നിയാൽ മതി. നമ്മൾ ഏതൊക്കെയോ മിസ് വേൾഡൊക്കെ ആയ ഒരു ഫീലൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് സെൽഫ് റിവാർഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രൊക്കാസ്റ്റിനേഷൻ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ കുറച്ച് മെത്തേഡ്സ്. ഞാനിപ്പം എൻ്റെ ലൈഫിലും ഞാനത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ്സാണ്. എനിക്ക് ഏതാണ്ടൊരു സക്സസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇതൊന്നുമല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇതിനെക്കാട്ടിലും നല്ല രീതിയിൽ ചിലപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ മെത്തേഡ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്കത് ഹെൽപ്ഫുള്ളാകും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഒരു പണിയും നാളെ എന്ന് മാറ്റി വെക്കില്ല, ഇപ്പോൾ എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്തു തീർക്കുക. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. പ്രൊക്കാസ്റ്റിനേഷൻ ഇല്ലാതെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ബൈ, താങ്ക് യു.